ഹലോ നമസ്കാരം. ഇത് കണ്ടോ, ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന കീൻവയാണ് കേട്ടോ. ഒരു ദിവസം വെച്ചപ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് സ്പ്രൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പിയുടെ പിന്നിലെ രഹസ്യം വേറെ ഒന്നുമല്ല. രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വെയിറ്റ് നോക്കുന്നൊരു ശീലം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ് ഒന്ന് കാണുമ്പോഴാണ് കാർബോഹൈഡ്രേറ്റ് എല്ലാ നേരവും ഇത് തന്നെയല്ലേ കഴിക്കുന്നത്, ആ ഒരു തോന്നലിൽ നിന്നാണ് എനിക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് ഞാൻ എത്തിയത് കേട്ടോ. അപ്പോൾ കീൻവ ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കീൻവ കുതിർത്ത് വെച്ച കീൻവയാണ് അതും, അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ. ഇത് രണ്ടും ഏകദേശം സെയിം പ്രൊപ്പോർഷനിലെടുത്ത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. പിന്നെ ഇത് ഫെർമെൻറ്റ് ചെയ്ത ബാറ്ററല്ല. അതുപോലെ തന്നെ നമ്മൾ അരച്ച് മാവ് ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റാണ്. ഇപ്പം റൈസിൻ്റെ നമ്മൾ ഉഴുന്ന് ദോശ ഉണ്ടാക്കുന്നില്ലേ, അതിൻ്റെയൊക്കെ പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മൂങ്കാലിന് പകരം നമുക്ക് മറ്റുള്ള എന്തെങ്കിലും പരിപ്പ് വർഗ്ഗങ്ങൾ ഇട്ടിട്ടും അതുപോലെ മല്ലിയിലയും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ വെറൈറ്റീസ് പിടിക്കാം. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്നെപ്പോലെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിപ്പോയി എന്ന് തോന്നി. എന്താ പറയുക, ദോശ കഴിക്കാണ്ടിരിക്കേണ്ട കേട്ടോ. ഇതുപോലുള്ള ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ, സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചെറുപയർ മാത്രം വെച്ചിട്ടൊക്കെ ദോശ ഉണ്ടാക്കാം. കീൻവയുടെ വേറെയും റെസിപ്പീസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ. അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കുന്നത് കീൻവ ദോശയുടെ കൂടെ ഈ ഒരു തക്കാളി ചട്നി മാത്രമാണ്. പിന്നെ നെക്സ്റ്റ് ഡേ വേറെയും കറികൾ ഉണ്ടാക്കി ഞാൻ കീൻവ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.